40 അടി കടലിനടിയിലേക്ക് പോകാൻ ഞാൻ മെൻ്റലി റെഡി ആയിരുന്നില്ല. പക്ഷേ ഹായ് ഗൈസ്, ലക്ഷദ്വീപ് ഡേ 3 സ്കൂബ ഡൈവിംഗ് ചെയ്യാനുള്ള പോക്കാണിത്. ഭയങ്കരമായ വെയിലും ചൂടും കാരണം രാവിലെ തന്നെ ഇറങ്ങി. എന്ത് ധൈര്യത്തിൽ ഡൈവ് ചെയ്യാൻ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ സ്നോർക്കലിംഗ് ചെയ്ത ധൈര്യത്തിലാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞാൽ ഈ ധൈര്യമൊക്കെ തനിയെ വന്നോളും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും മിസ്സാക്കാൻ തോന്നിയില്ല. ചെന്നപ്പോൾ ഒരു ഫോം കിട്ടി, അത് ഫിൽ ചെയ്തു. നമ്മൾ ഡൈവിങ്ങിന് ഫിറ്റ് ആണോ എന്നൊക്കെ അറിയാനാണിത്. മൽഹാർ വളരെ സേഫായി ഉറക്കത്തിലാണ്. സ്കൂബ ഡൈവിങ്ങിന് മുന്നേ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും, എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നൊക്കെ. നെവർ എവർ ഹോൾഡ് യുവർ ബ്രീത്ത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ജാക്കറ്റ്സ് ആണിത്. ഇതിട്ടാണ് ഡൈവ് ചെയ്യേണ്ടത്. കൂടെ ഓക്സിജൻ സിലിണ്ടറുമുണ്ട്. പേരിൽ മാത്രമേ ഓക്സിജൻ ഉള്ളൂ, ശരിക്കും 79% നൈട്രജനാണ്, ബാക്കി ഓക്സിജൻ. ഈ ബോട്ടിൽ കയറി കടലിലേക്ക് പോയിട്ടാണ് ഡൈവ് ചെയ്യുന്നത്. അങ്ങനെ 40 അടി അല്ലെങ്കിൽ 12 മീറ്റർ വരെയാണ് ഡൈവ് ചെയ്യുന്നത്. ബോട്ടിൽ കയറും മുമ്പ് തന്നെ നമുക്ക് ചെറിയൊരു പ്രാക്ടീസ് ഇവിടെ വെച്ച് തരുന്നുണ്ട്. അതിൽ ഓക്കെ ആയാലേ നമ്മളെ ഇവർ കൊണ്ടുപോകും. സ്നോർക്കലിംഗ് ചെയ്തപ്പോഴും ഉണ്ടായിരുന്നൊരു മുറിവ് സ്കൂബ ഡൈവ് ചെയ്യാനും തടസ്സമായില്ല. നമ്മൾ 4 പേർക്കും ഓരോ ഇൻസ്ട്രക്ടർ വീതമുണ്ട്. ഇതാണ് എൻ്റെ സ്കൂബ ഇൻസ്ട്രക്ടർ. പൂർണ്ണമായും ഇൻസ്ട്രക്ടറെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഡൈവ് ചെയ്തത്. ഇതാണ് കടലിനടിയിൽ ചെന്നപ്പോൾ ഉള്ള കാഴ്ച. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, കാണേണ്ട ഒന്ന് തന്നെയാണ്. സ്നോർക്കലിംഗ് പോലെ അല്ല സ്കൂബ ഡൈവിംഗ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒന്ന് പേടിച്ച് തിരിച്ചു പോയിട്ടാണ് വീണ്ടും കടലിനടിയിലേക്ക് പോയത്. മെയിൻ കാര്യം, ചെവി നല്ല വേദന എടുക്കും. പ്രഷർ വേരിയേഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വേദന വരാതിരിക്കാനുള്ള വഴികളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് ചെയ്യണം. പിന്നെ ബ്രീത്തിങ് വായിൽ കൂടെ മാത്രം. ഇതെല്ലാം ഓക്കെ ആകുമ്പോൾ മാത്രമേ നമ്മൾ ഓരോ മീറ്റർ താഴേക്ക് പോവുകയുള്ളൂ. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം മനുഷ്യർ അങ്ങനെയാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ അവർക്കറിയാം. കടലിനടിയിൽ വെച്ച് എനിക്കും ചേട്ടനും കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടി. ചോദിച്ച് വാങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീണ്ടും 2 വഴിക്ക്. അത്യാവശ്യം നല്ല വലിയൊരു ആമയെ കാണാൻ പറ്റി. പിന്നെ കുറേ അധികം മീനുകളും ജീവികളും പവിഴപ്പുറ്റുകളും, അങ്ങനെ മറ്റൊരു ലോകം തന്നെ കണ്ടു. കടലിൻ്റെ ഏറ്റവും അടിയിൽ വരെ എത്തിയിട്ടാണ് തിരികെ വന്നത്. ഇതേ സമയം മൽഹാർ വളരെ ഹാപ്പിയായിട്ട് ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് എനർജി ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് സ്കൂബ ഡൈവിങ്. കാരണം തിരിച്ചു വന്നപ്പോൾ നല്ല വിശപ്പായിരുന്നു. സത്യത്തിൽ ഒരിക്കൽ പോലും ചെയ്യുമെന്ന് വിചാരിക്കാത്തൊരു കാര്യം എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയും അത് പിന്നീട് നല്ല മെമ്മറീസായി മാറുകയും ചെയ്തൊരു കഥ. അത് വല്ലാത്തൊരു കഥ തന്നെയാണ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.